നേരമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി തുടങ്ങിക്കോട്ടെ. എന്തായാലും നീ ജോലിക്ക് പോണ്ട. നിനക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടേ പറയും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഏട്ടൻ മാത്രം ജോലിക്ക് പോയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്താനൊന്നും പറ്റില്ല. ഇത് അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങൾക്കുള്ള പൈസയെങ്കിലും എനിക്ക് ഉണ്ടാക്കാലോ. എല്ലാത്തിനും ഇങ്ങനെ ഏട്ടന്റെ പുറകെ വരണ്ടാലോ. അതെന്താ? എനിക്ക് കുടുംബം നോക്കാൻ കഴിവില്ലാന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല അവിടെ. അങ്ങനെയല്ലല്ലോ. ഏട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് മാത്രം കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേര് വലുതായിക്കൊണ്ട് വരിക, ചെലവും കൂടുന്നുണ്ട്. ഒരാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോഴാണെങ്കിൽ കുറെ അവസരങ്ങളുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഇവിടെ കുറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, എന്തില്ലെങ്കിലും അവരൊന്ന് റെഡിയാക്കി തരും. പിന്നെ കുറേ കാലം കണ്ടിട്ട് ജോലിക്കൊക്കെ ശ്രമിച്ചാലേ ഇപ്പോഴത്തെ പോലെ കിട്ടണമെന്നില്ല. എടീ, ഭാര്യ ജോലിക്ക് വിട്ടിട്ടേ കുടുംബം കഴിയേണ്ട ഗതികേട് ഈ എടശ്ശേരി ഭദ്രന് ഇതുവരെ വന്നിട്ടില്ല. കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോ അന്ന് കുടുംബം എങ്ങനെ കഴിയുന്ന ആലോചിച്ചിട്ടല്ലേ നിനക്കിപ്പോ ടെൻഷൻ? നിന്നെ മക്കളെ ഇപ്പൊ ഞാൻ പൊന്നു പോലെ നോക്കുന്നില്ലേ? അന്നും എനിക്ക് നോക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ നീ അതിനെക്കുറിച്ച് അധികം ആലോചിക്കാൻ നിൽക്കണ്ട. തൽക്കാലം നീ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. പുറത്തുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നീ ഇതെങ്ങോട്ട് ഫോൺ എടുത്തിട്ട് അതവിടെ വെക്ക്. ഓൺലൈനിൽ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടേ. മൂപ്പര് വിളിച്ചു പറഞ്ഞു ഇവിടെ എത്തിന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കട്ടെ. ഓൺലൈൻ ഡ്രസ്സോ? നല്ല ഡ്രസ്സ് കേട്ടോ. എത്ര രൂപ കൊടുത്തു? 575. 575 രൂപ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങി വന്നിരിക്കുക. ചോദിക്കലല്ലോ പറയലല്ലോ ഒന്നുമില്ല. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നന്നായിട്ടുണ്ട്, നല്ല വർക്ക്. നീ ആരോട് ചോദിച്ചിട്ടാ ഇത്രയും പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിയത്? എൻ്റെ കയ്യിൽ നല്ലൊരു ഫംഗ്ഷൻ വെയർ ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ ഉണ്ടല്ലോ, ഷോപ്പിൽ ചെന്നാൽ നല്ല വില പറയും. 1500 കൊടുക്കാണ്ട് കിട്ടില്ല. ഇതിപ്പോ 575 ചെറിയ പൈസയാ ഈ ഡ്രസ്സിന്. 575 രൂപ എന്താ ചെറിയ പൈസയാ? വേണം വേണം എന്ന് പറയുമ്പോ ഇങ്ങനെ കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നിനക്ക് ഇതിന്റെ വില അറിയാത്തത്. എടി, അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴേ അതിന്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പോയിട്ട് വൈകുന്നേരം 6 മണി വരെ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്നതാണ് 1200 രൂപ. അതിന്റെ പകുതി പൈസയാണ് നീ ഇന്ന് നിന്റെ ഡ്രസ്സിന് വേണ്ടി ചെലവാക്കിയത്. എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഹാഫ് ഡേ സാലറി. 4-5 മാസം കൂടിയിട്ടാ നല്ലൊരു ഡ്രസ്സ് ഞാൻ വാങ്ങുന്നത്. നിങ്ങളല്ലേ പറഞ്ഞു എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, ഞാൻ എവിടെയും പോകേണ്ട കാര്യമില്ല, എല്ലാം കൊണ്ട് കൊണ്ടു തരുന്നു. അങ്ങനെയാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് വല്ല ഡ്രസ്സൊക്കെ എടുത്തു തരണം. ഇതൊന്നും ചെയ്യാണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാ? നിന്റെ പറച്ചിലിടതൊന്നുമില്ല നിനക്ക് ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങി തരുന്നില്ല. എടി, എവിടെ നോക്കിയാലും നിന്റെ ഡ്രസ്സ് മാത്രമേ കാണാനുള്ളൂ. വെറുതെ പൈസ കിട്ടുമ്പോഴേ തോന്നാണ് നിനക്ക് പുതിയ പുതിയ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങി മാറി മാറി ഇടണമെന്ന്. ഒന്ന് പുറത്തൊന്ന് വർക്ക് ചെയ്ത് നോക്ക്. അപ്പൊ നിനക്കറിയും 10 രൂപ കയ്യിൽ വരുന്നതിന്റെ കഷ്ടപ്പാടെന്താന്ന്. നിങ്ങളുടെ ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ വയ്യാണ്ടാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചത്. അതിനും വിടില്ല, എന്നാലോ എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. എടി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് ആവശ്യങ്ങൾക്ക് പോലെ സാധനങ്ങൾ അനാവശ്യമായിട്ട് വാങ്ങിക്കൂടേണ്ട വല്ല കാര്യമുണ്ടോ? നീ വേണമെങ്കിൽ വർഷത്തിൽ 1-2 ഡ്രസ്സ് എടുത്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് എൻ്റെ അക്കൗണ്ടിൽ നീ 1 രൂപ പോലും ചെലവാക്കരുത്. ഇനിയിപ്പോൾ അഥവാ നിനക്ക് പൈസ വേണമെങ്കിൽ അത് നീ എന്നോട് ചോദിക്കണം. തൽക്കാലം നീ എടുത്തു അത് പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് ഇമാതിരി പരിപാടി നീ ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ ഫോൺ എവിടെ വെച്ച്? ഫോൺ ഇവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫോൺ എടുക്കരുത് കേട്ടോ, എന്നോട് ചോദിക്കാണ്ട്. എന്തൊരു ഗതികെട്ട അവസ്ഥയാ നോക്കണേ. ഇനിയിപ്പൊ ഞാൻ ഇതിന്റെ കണക്ക് ഈ വർഷം മുഴുവനും കേൾക്കേണ്ടി വരും. ഡ്രസ്സും എടുക്കാൻ പറ്റില്ല. ചായ ബാക്കിയുണ്ട്. ചേട്ടാ, ഇറങ്ങാനായോ? ആയി. പോകുന്നതിന് മുമ്പേ കുറച്ച് പൈസ തന്നിട്ട് പോണേ.
പച്ചക്കറി എല്ലാം തീർന്നു, ഇന്ന് വാങ്ങണം. പച്ചക്കറിയൊക്കെ തീർന്ന എങ്ങനെ? കുറച്ചു സ്ഥലമായിട്ട് വാങ്ങിട്ട് കുറച്ച് ദിവസമോ? 10 ദിവസമായി പച്ചക്കറി വാങ്ങിയിട്ട്. ഇത്രയും ദിവസം അത് എത്തിക്കാൻ പറ്റ പാടെ എനിക്കറിയും. 10 ദിവസം കൊണ്ട് തീർത്തു? എടി അന്നത് ഞാൻ 450 രൂപയ്ക്ക് വാങ്ങിയതാണ്. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അടുത്ത് കളഞ്ഞോ? അതിലതിന് എന്താ ഉണ്ടായിരുന്നേ? കുറച്ച് ഉള്ളി, തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു കയ്പ ഉണ്ടായിരുന്നു, 2 വഴുതന ഉണ്ടായിരുന്നു, പിന്നെ ഒരു 100 ഗ്രാം വെണ്ട ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ തീരില്ല. എങ്ങനെ തീർന്നോ? നീ ഒന്ന് പറഞ്ഞ. ഒരു ദിവസം നീ എല്ലാ പച്ചക്കറിയും നമ്മൾ ഉണ്ടാക്കുകയാണോ? എടി ഇത് അളന്ന് ഉപയോഗിക്കുന്നതാണ്. എത്ര പൈസന്റെ സാധനം അറിയോ? എന്നൊരു കാര്യം ചെയ്തോ, നിങ്ങൾ അടുക്കളയിൽ കയറിക്കോ, എന്നിട്ട് അളന്നങ്ങോട്ട് ഉപയോഗിക്കും. അപ്പൊ മനസ്സിലായിക്കോളും. ഇതൊക്കെ ഇത്രയും ദിവസം എത്തിക്കാൻ ഞാൻ എന്ത് പെടാപാട് പെട്ടെന്നറിയോ? നിങ്ങളോടൊന്ന് പറയാൻ പറ്റുമോ? എന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല അവസ്ഥ. ഒരു തക്കാളി ചെലവാകുന്നത് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതൊക്കെ പറ്റുമോ കുടുംബത്തില്? ആ, ഞാൻ ഇനി അടുക്കളയിൽ കയറി പണിയെടുക്കാം. എടി ഞാൻ പുറത്തു പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടായിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നത്. നിനക്ക് 200 താ 300 താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. എടുത്തരാൻ ഞാനുണ്ടല്ലോ ഇവിടെ. എടി സാധാരണ വീട്ടിലെ സ്ത്രീകളെ ഉള്ള സാധനങ്ങളിൽ മിച്ചം പിടിച്ച് 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 ചെലവാക്കും. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർ നോക്കും, ഭർത്താവിന്റെ പോക്കറ്റിൽ പൈസ ചെലവാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ദൂർത്തടിക്കുക, എന്റെ പോക്കറ്റ് കാലിയാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നിനക്കിപ്പോ പച്ചക്കറിയല്ലേ വേണ്ടേ? അതൊക്കെ ഇവിടെ ഉണ്ടാവും, ഞാൻ എടുത്തരാം. എനിക്കറിയില്ല നിന്നെ. ഇതെന്താ? ഉള്ളി കുറുക്കിലല്ലത് ആണ് നീ പച്ചക്കറി ഇല്ലാന്ന് പറഞ്ഞത്. ഇതേപോലെ ഇതാ കിഴങ്ങ്. ഇനി ഫ്രിഡ്ജ് നോക്കട്ടെ, അതിലും നല്ല സാധനം ഇല്ല. പച്ചക്കറി കിട്ടിയോ? നീ എല്ലാം തീർന്ന പിന്നെ പലതും കിട്ടുമോ? എന്ത് ദൂർത്താടി ഇത്? ഇവിടെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാൽ തന്നെ പേടിയാവും. എന്ത് ദൂർത്താ നീ പറയുന്നേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വാങ്ങിക്കൊടുന്ന പച്ചക്കറി നിങ്ങൾ തന്നെ സൂക്ഷിച്ചോ, എന്റെ ഒരു തരണ്ട. എന്നാൽ എന്ന് രാവിലെ ജോലിക്ക് പോണതിന് മുമ്പേ 2 ഉള്ളി, ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ് മാത്രം എനിക്ക് എടുത്തതാ. അപ്പൊ ഞാൻ 1 മാസം വരെ എത്തിക്കാം പോരെ? ഇന്ന് ഇനിയിപ്പോ നിങ്ങൾ പച്ചക്കറി വാങ്ങി തന്നില്ലെങ്കിൽ ഒറ്റ കാര്യമുണ്ട്, ഉച്ചയ്ക്ക് വരുമ്പോ കുറച്ച് കഞ്ഞി അവിടെ ഉണ്ടാവും, അത് ഉപ്പിട്ട് കഴിച്ചു. അല്ലാണ്ട് വേറെ ഞാൻ എന്ത് ചെയ്യാനാ? അതെന്താ നീ അങ്ങനെ പറയാം? അടുക്കളയിൽ കണ്ടത് പച്ചക്കറി അല്ലേ? അതിൽ കൂർക്കലുണ്ട്, ഉള്ളിയുണ്ട്, കിഴങ്ങുണ്ട്. ഇതൊക്കെ പോരെ ഇത് കറി ഉണ്ടാക്കാൻ? ഇന്ന് നീ അതെടുത്തുണ്ടാക്ക്, നാളെ ഞാൻ മീൻ വാങ്ങി തരാം. എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ടെന്നാലേ നിനക്ക് ചെലവുകൂടെ കൂടുതലാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുടുംബത്തിലെ എല്ലാ ചെലവും നോക്കാനാകില്ല, ഞാനും കൂടി ചോദിക്കുക. അതിന് വിടൂല്ല. എന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോ ഇതാ. എന്താടി, എനിക്ക് കുടുംബം നോക്കാൻ അറിയില്ല? ഹ്, ഇന്ന് കുറച്ച് പച്ചക്കറി കുറഞ്ഞേ ഉള്ളൂ, ഇല്ലാണ്ടല്ല. അവക്കത് പോരാ. ഞാൻ പറഞ്ഞതാ വാങ്ങിത്തരാന്ന്. അപ്പോഴത്തേനും എനിക്ക് കുടുംബം നോക്കാൻ അറിയില്ല. എടി നിനക്ക് ഇപ്പൊ തന്നെ ഇത്ര അഹങ്കാരാണെങ്കിലേ നീ ജോലിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് നീ 1 രൂപേന്റെ വില തരുമോ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നീ ഇവിടുന്ന് ജോലിക്ക് പോകണ്ടാന്ന്. ഇനി ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ പച്ചക്കറിയോ മീനോ ഒരു സാധനങ്ങളും ഇടയ്ക്ക് വാങ്ങുന്നില്ല. എന്റെ ഭാര്യയെ ഉള്ളത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പഠിക്കും. ഇതിലേ ഒരു 6000 രൂപയുണ്ട്, നീ ഇത് വെച്ചോ. ആ, അതവിടെ വെച്ചോ, ഞാൻ എടുത്തു വെച്ചോളാം. സൂക്ഷിച്ചെടുത്തോക്കണം കേട്ടോ, 1 രൂപ പോലും ചെലവാക്കരുത്. എന്റെ വെച്ച് എന്താ അറിയോ, എങ്ങനെയൊക്കെ മാസം അവസാനം ആകുമ്പോഴത്തേനും പൈസ ഇങ്ങോട്ട് തീരും. നീ ഭദ്രമായിട്ട് എടുത്തു വെക്ക്. ഡോക്ടർ ഇങ്ങനെയാ പറയുന്നത്, ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്കാനിങ് വേണം, അത് കഴിഞ്ഞിട്ട് മരുന്ന് ഞാൻ തരാമെന്ന്. സ്കാനിങ്ങിന് കുറച്ച് പൈസ ആവില്ല, ഞാൻ അവനോട് പറഞ്ഞു. അവരത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അല്ലെങ്കിൽ അതങ്ങ് വേണ്ട വെച്ചാലോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? കുറെ കാലമായില്ലേ ഡിസ്കിന്റെ കംപ്ലൈന്റ് പറഞ്ഞ് നടക്കുന്നത്. ഇപ്പൊ എന്നും വേദനയാ, കാലുവേദന കാലുവേദന ഇത് മാത്രമേ പറയാനുള്ളൂ. സ്കാൻ ചെയ്ത് നോക്കിയാൽ എന്താ പ്രശ്നം ശരിക്കും മനസ്സിലാകുക, അല്ലാണ്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് എന്താ? മനസ്സിലായിട്ട് എന്ത് ചെയ്യാനാ?
മക്കൾക്കൊക്കെ വേണ്ടി പണിയെടുത്ത് കയ്യും വയ്യ കാലും വയ്യ നടുവ് വേദനയും ആയി. അപ്പൊ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടാ, അവനിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, തരില്ല. അല്ലമ്മേ, സ്കാനിങ്ങിന് എത്ര രൂപയാവുന്നാ പറഞ്ഞേ? അയ്യോ, മോള് തരാണെങ്കിൽ വേണ്ട കേട്ടോ. ഞാനൊരു വിഷമം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എൻ്റെ ഒരു അവസ്ഥ വന്ന വരവ് നോക്കണേ. വയസ്സാം കാലത്ത് സ്കാനിങ്ങിനൊക്കെ പൈസ ഉണ്ട് മോളെ. എന്ത് 5000 6000-ൻ്റെയൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ പൈസയില്ല, അങ്ങനെ അവസ്ഥ പറഞ്ഞപ്പോൾ ഒരു 1500 ചെറിയ എന്തോ ഒരു സ്കാനിങ് ഉണ്ട്, അതിപ്പോൾ എടുത്തു തരാം, എന്നിട്ട് അതിനുള്ള മരുന്ന് കഴിക്കും, എന്ന ശേഷം നമുക്ക് വേറെ സ്കാനിങ് എടുക്കാന്നാണ് പറഞ്ഞത്. ഇപ്പം എന്ത് ചെയ്യാനാ? അങ്ങനെ അവൻ വേറെ ഞാൻ വേറെ ഒന്നും ഇല്ലല്ലോ അമ്മേ. ഞങ്ങൾ രണ്ടാളും അമ്മയുടെ മക്കൾ തന്നെയല്ലേ. ഒന്നുകിൽ അവൻ ചെയ്യണം, ഇനി അവന് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. നല്ല സമയത്ത് തന്നെ അമ്മ വന്നത്. ഏട്ടന് കുറച്ച് പൈസ എന്തെങ്കിലും തന്നു വെച്ചിട്ടുണ്ട്. ഒരു 1500 രൂപയല്ലേ, അത് എനിക്ക് തരാൻ പറ്റുന്നതേ ഉള്ളൂ. അയ്യോ, മോള് പൈസ ഒന്നും തരണ്ട മോളെ. കടച്ചിലും വേദനയും സഹിക്കാൻ വയ്യ. പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ നമ്മുടെ സങ്കടങ്ങൾ പറയേ. അതുകൊണ്ട് ഞാൻ മോളെടുത്തൊന്ന് വന്നൊന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ അമ്മ ഞാനും പറയുന്നേ. ചികിത്സ നടത്താന്നുള്ളതല്ലേ പ്രധാനം, അല്ലാണ്ട് പൈസ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആകുമോ? ഞാൻ പൈസ എടുത്തിട്ട് വരാം, അമ്മ ഇരിക്കേ. എടാ, ഞാൻ 2 ദിവസം മുമ്പ് കുറച്ച് പൈസ തന്നില്ലേ, അങ്ങെടുത്ത. അല്ല, അത് കയ്യിൽ വെച്ച് ചെലവായി പോന്ന് പറഞ്ഞിട്ട് എന്റെ എടുത്തേക്കും തന്നല്ലേ, പിന്നെന്ത് പറ്റി? അത് രാജേഷിന് കൊടുക്കാൻ വേണ്ടിട്ടാ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ നിന്നല്ലേ വാങ്ങുന്നത്. അവൻ എന്തോ അർജന്റ് ആണെന്ന് അപ്പൊ കുറച്ച് പൈസ ചോദിച്ചതാ. ഇതിപ്പോ എൻ്റെ കയ്യിൽ വെച്ചാലും അവൻ്റെ കയ്യിൽ വെച്ചാലും കണക്ക് തന്നെ. അടുത്ത ആഴ്ച എന്തായാലും തിരിച്ചു തരും. പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, 6000 രൂപയും ഇപ്പൊ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ആകെ അതല്ലേ ഉള്ളൂ. ഒരു 4500 ഒക്കെ കൊടുത്താ പോരെ? അതൊന്നും പറ്റില്ല. 6000 രൂപ തന്നെ കൊടുക്കണം. ഞാൻ അവനോട് പറഞ്ഞ പൈസ വീട്ടിൽ ഞാൻ എടുത്തിട്ട് വരാന്ന്. നീ ചെന്ന് കൊണ്ടുവന്നേ. അല്ല, അതല്ല ഏട്ടാ, ഞാന് പൈസ വേറൊരാൾക്കോ? നീ എന്താ പൈസ എടുത്തിട്ട് വേറെ ഇറങ്ങി കൊടുത്തോ? അല്ല, അത് ഞാൻ എന്താടി പൈസ എടുത്തിട്ട് വരാൻ പറയുമ്പോ ഒരു മടി? വാങ്ങി വെക്കാൻ നേരത്ത് നല്ല സന്തോഷമായിരുന്നല്ലോ. ചെന്നെടുത്തിട്ട് കേട്ടോ. ഹലോ. ഇല്ല, ഇപ്പൊ വരാ. ഒരു 10 മിനിറ്റ്. ദൈവമേ, ഞാൻ എന്താ ചെയ്യ? ഒന്നും പറയാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ എന്തായാലും പ്രശ്നമുണ്ടോ? ഈശ്വര, എന്ത് ചെയ്യും? സുമതി ചേച്ചിയോട് ചോദിച്ചു നോക്കാം. എന്നില്ലല്ലോ മുമ്പിലൊന്നും. ദൈവമേ, ആരും ഇല്ലേ? അയ്യോ, ഹലോ, ആ സുമതി ചേച്ചി, ഞാനാ ശ്രുതി. എവിടെയാ? വീട്ടിനകത്തുണ്ടോ? ഇല്ല, അതൊരു 1500 രൂപ വേണമായിരുന്നു അർജന്റായിട്ട്. ഏട്ടനുണ്ടോ ഇവിടെ? എന്നപ്പോ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാം. ഇല്ല, വൈകുന്നേരം കിട്ടിയിട്ട് കാര്യമില്ല, ഇപ്പൊ വേണ്ടതായിരുന്നു. ആ, അല്ല, അത് സാരമില്ല, എന്നാ ഞാൻ വേറെ ആരോടെങ്കിലും വാങ്ങാം. ആ, ആയിക്കോട്ടെ, ശരി. ഇവളിത് എവിടെ പോയതാ? ശ്രുതി വിളിക്കുന്നു. ദാ വന്നു. നിന്നോട് ഞാൻ പൈസ എടുത്തു വെക്കാനല്ലേ പറഞ്ഞു. പിന്നെ അവിടെ എന്ത് ചെയ്യാ? അത് സുമതി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ പോയതാ. വേഗം എടുത്താ, എനിക്കിപ്പോ പോണം. എന്താ പറയാ? ഇനി വേഗം എടുത്തിട്ട് വാ. എത്ര നേരം ഇത്? ഏട്ടാ, ഇതില് 6000 രൂപ ഇല്ല.
4500 ഉള്ളൂ. 4500? ബാക്കി പൈസ എവിടെ? ഏട്ടനോട് പറയാൻ വേണ്ടി നിന്നതാ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഏട്ടൻ പൈസ തിരിച്ചു ചോദിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പെൻഷന്റെ പൈസ കിട്ടുമ്പോ. എടി നിന്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ടാണോ ഞാൻ നിന്റെ കയ്യിൽ പൈസ തന്നത്? അതല്ല ഏട്ടാ, സ്കാനിങ്ങിന് പൈസ വേണമായിരുന്നു അമ്മയ്ക്ക്. ഡിസ്കിന്റെ കംപ്ലൈന്റ് ആയിട്ടേ അമ്മേൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. എന്നോട് വന്നൊരു സങ്കടം പറഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അപ്പോ ഞാൻ ഒരു 1500 രൂപ എടുത്തു കൊടുത്തതാ. അത് ശരി. ഞാൻ നിന്റെ കയ്യിൽ പൈസ തന്നപ്പോ നീ നിന്റെ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു പേര് സ്കാനിങ്ങും. എടേ, ഇത്രയും കാലത്തൊരു സ്കാനിങ്ങും ചെക്കപ്പ് ഒക്കെ ഇപ്പൊ എങ്ങനെ വന്നു? നിന്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് നിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന്. അത് വാങ്ങിയെടുക്കാനാണ് നിന്റെ അമ്മ കൃത്യസമയത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഏട്ടാ വേണ്ടാത്തൊന്നും പറയല്ലേ. അമ്മ എന്നോട് പൈസ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ, ഞാനാണ് നിർബന്ധിച്ച് കൊടുത്തു വിട്ടത്. ഏട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഏട്ടൻ്റെ കയ്യില് പൈസ ഇല്ലാത്ത തോന്നുന്നു, വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് ചെലവായി പോയി. അപ്പൊ പിന്നെ സ്കാനിങ് അധികം നീട്ടണ്ട, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങാലോ, അതുകൊണ്ട് ഞാൻ കൊടുത്തതാ. തിരിച്ചു തരാന്നും പറഞ്ഞിട്ടുണ്ട്, ഞാനത് വാങ്ങി തന്നോളാം. നിർത്തണേ നിന്റെ നാടകം. നിന്റെ അമ്മ എന്തിന്റെ പേരിലാണ് ഇങ്ങോട്ട് ഒരു ഉളുപ്പില്ലാണ്ട് കയറി വരിക? അവർക്ക് അറിയില്ലേ നിനക്കൊരു ജോലിയും ഇല്ലാണ്ട് നീ ഇവിടെ ഇരിക്കാന്ന്? എന്റെ ചെലവിലാണ് നീ കഴിഞ്ഞു പോന്നേന്ന്. എന്നിട്ട് ഇത് വേറൊന്നുമല്ല, നിന്റെ ആങ്ങൾ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടതാ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. അവന്റെ കയ്യിലെന്താ ഒരു 1500 രൂപ എടുക്കാനില്ല? കുടുംബം മൊത്തം നിന്ന് എന്റെ മുന്നിൽ നാടൻ കളിക്കാണോ? എന്തോ ഒരു ഭാഗ്യത്തിനാ രാജേഷിന് ഇന്ന് തന്നെ എന്നോട് പൈസ വയ്ക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ നീ കാണിച്ചു കൊടുത്ത കള്ളകളിയൊക്കെ എനിക്ക് മനസ്സിലാവും. തൽക്കാലം നീ ആ പൈസ ഇനി മേലിൽ ഞാൻ 5 പൈസ തരില്ല നിനക്ക്. നിന്നെ എനിക്ക് ഒരു വിശ്വാസമല്ല ഇപ്പൊ. അടിയാ പൈസ. ഇന്ന് നിന്റെ കയ്യിൽ വാങ്ങിയില്ലെങ്കിലേ ഇതിലൊരു രൂപ പോലും ബാക്കി ഉണ്ടാവില്ല. ഇതേ എന്റെ വേർപ്പിന്റെ വിലയാണ്. അത് മനസ്സിലാക്കണമെങ്കിലേ നീ ഒന്ന് പണിയെടുക്കണം പുറത്ത്, എന്നാലേ മനസ്സിലാവുള്ളൂ. എനിക്കേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പൈസേന്റെ കാര്യമാണെങ്കിൽ നിനക്ക് ഞാൻ 5 പൈസ തരില്ല. എന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് പൈസ വയ്ക്കരുതെന്ന്. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ, വേണമെങ്കിലും വാങ്ങിട്ട് വരാം. പൈസ ചോദിക്കാനും സാധനങ്ങൾ വാങ്ങിത്തരാനൊന്നും അല്ല, അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒറ്റയ്ക്ക് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിലേ അധികം താമസിയാതെ നമ്മൾ രണ്ടുപേരും 2 വീട്ടിൽ നിൽക്കേണ്ടി വരും. എനിക്കിങ്ങനെ സായുജ്യം പിടിച്ച് നിൽക്കാൻ പറ്റുമൊന്നുമില്ല. മക്കളെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. നീ എന്താടി പറഞ്ഞ എനിക്ക് കുടുംബം നോക്കാൻ കഴിവില്ലാന്ന്? പിന്നെ നിന്റെ ആങ്ങളെയും അച്ഛനും അമ്മയും വന്നിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുന്നത്. നിന്നെ മക്കളെ ഞാൻ പൊന്നു പോലെ നോക്കുന്നത്. എന്ത് കുറവാണ് ഞാൻ വരുന്നത് ഇവിടെ? നിങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്, പക്ഷെ ഒരു 10 രൂപ തന്നിട്ടേ 10000 രൂപയുടെ കണക്ക് നിങ്ങൾ ചോദിക്കും. അത് ഞാൻ നിങ്ങളെ എങ്ങനെ ബോധിപ്പിക്കാനാ? ഇവിടെ എല്ലാ കാര്യങ്ങളും പേടിച്ച് ഞാൻ ചെയ്യുന്നത്. അടുക്കളയിൽ 1 സ്പൂൺ പഞ്ചസാര എങ്ങനെ അധികം എടുത്ത പോലെ എനിക്ക് പേടിയാ നിങ്ങൾ വന്ന് വഴക്ക് പറയുന്നു പറഞ്ഞിട്ട്. 2 പച്ചമുളക്, 1 ഉള്ളി, 2 തക്കാളി കൊണ്ട് ഞാൻ ഇങ്ങനെ പേടിച്ച് മാറ്റി വെച്ച് ഉപയോഗിക്കുക. കാരണം 10 ദിവസത്തേക്ക് വാങ്ങി തന്ന സാധനം എങ്ങാനും 5 ദിവസം കൊണ്ട് തീർന്നു പോയാലോ? അതിനും എനിക്ക് കേൾക്കണ്ടേ നിങ്ങളുടെ വായിന്ന്? എന്റെ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു 500 രൂപ 600 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കണം. എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കേ, അല്ലെങ്കിൽ എനിക്ക് എന്തിന്റെ ആവശ്യമുള്ളത് നിങ്ങൾ ഇങ്ങനെ പേടിച്ചിവിടെ കഴിയാൻ? ഞാൻ എന്റെ കുട്ടികളെയും കൂട്ടി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലേ സമാധാനത്തോടെ എനിക്ക് അവിടുന്ന് ജോലിക്ക് പോവാ. ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഒരു കണക്കും ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏട്ടാ, ഭാര്യ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ഈഗോ ഹേർട്ടാന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. എടശ്ശേരി വീട്ടിലെ ഭദ്രന് ഭാര്യ ജോലിക്ക് പോയിട്ട് വേണം കഴിയാനൊന്നും ആരും പറയില്ല. പകരം എല്ലാരും പറയാ എന്തായിരിക്കും അറിയോ? അയാളെ ഭാര്യനെ ജോലിക്ക് വരുന്നുണ്ട്, അയാളും ജോലിക്ക് പോകുന്നുണ്ട്, കുട്ടികളുടെ കാര്യമൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്, എത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡാണ് ഈ ഭദ്രന്നേ പറയും. അത് നിങ്ങൾക്ക് അഭിമാനമാണ്, അല്ലാണ്ട് അപമാനമല്ല.
എന്നിട്ട് നീ എന്താ പറയുന്നത്? നിനക്ക് ജോലിക്ക് പോകണ്ട. എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉള്ളി ചെലവായി, തക്കാളി ചെലവായി, ഉരുളക്കിഴങ്ങ് തീർന്നുള്ള പരാതിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഭാര്യ വീട്ടുകാരെ സഹായിച്ചെന്നുള്ള ടെൻഷനും ഇല്ല. അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്കിപ്പോ ജോലിക്ക് പോയപ്പോരെ? നിക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ആലോചിക്കൊന്നും വേണ്ട. ഞാൻ ജോലിക്ക് പോട്ടെ സമ്മതിച്ചു ചോദിക്കാൻ വന്നതല്ല. ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി വന്നു. ഞാൻ നാളെ മുതൽ പോയി തുടങ്ങും. അതെ, ഞാൻ ഇറങ്ങാണേ. എടാ നിക്ക്, നീ എന്ത് വാട്ടർ ബോട്ടിൽ എടുക്കാണ്ട് വന്നേ? എന്നാ ഞാനത് മറന്നു ഇതാ. പിന്നെ വൈകുന്നേരം വരുമ്പോഴേ പലചരക്ക് സാധനങ്ങൾ ഞാൻ വാങ്ങിട്ട് വരും. പച്ചക്കറിയും പഴമൊക്കെ നിങ്ങൾ വാങ്ങണേ. ഓ, പച്ചക്കറിയും പഴമൊക്കെ അല്ലേ? അത് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിക്കൊണ്ടെന്നോളാം. പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടല്ലേ വരുന്നത്? അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, ബുക്ക് ചെയ്തല്ലേ. അപ്പൊ വൈകുന്നേരം വരുമ്പോ ഒന്ന് ഹോസ്പിറ്റലും കാണിച്ച് പിന്നെ പലചരക്ക് കടയിൽ പോകുമ്പോ തന്നെ ലിസ്റ്റ് കൊടുത്തിട്ട് പോകും. അവിടുന്ന് സാധനങ്ങളും വാങ്ങിയിട്ടേ ഒരു ഓട്ടോയിൽ ഇങ്ങോട്ട് വരാം. ശരി എന്നാൽ.